ഇന്ന് കുറച്ച് ഏട്ടമീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. ക്ലീൻ ചെയ്തപ്പോഴാണ് അതിനകത്ത് മീൻ മുട്ട അല്ലെങ്കിൽ പരിഞ്ഞില്ലെന്ന് പറയുന്ന സാധനം ഉണ്ടെന്ന് അറിഞ്ഞത്. അത് വെച്ച് നമുക്കൊരു പീര ഉണ്ടാക്കാം. അപ്പം നല്ലോണം കഴുകിയ മീൻ മുട്ടയിലോട്ട് ഉപ്പും കുരുമുളകും മുളക് പൊടിയും കുറച്ച് വെളിച്ചെണ്ണയും ഒക്കെ ഇട്ട് നല്ലതായിട്ടൊന്ന് മസാലയാക്കി പുരട്ടി വെച്ചതിലേക്ക് ഒരു ശകലം വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് വേവിക്കാൻ വെക്കണം. വേവിക്കാൻ വെക്കുമ്പം എന്തായാലും അടച്ചു വെച്ച് വേവിക്കാനായിട്ട് ശ്രമിക്കണം. ഒരു 5 to 10 മിനിറ്റ്സിനുള്ളിൽ അത് നന്നായിട്ടൊന്ന് വെള്ളം വറ്റി കിട്ടും. ആ സമയം കൊണ്ട് നമ്മുടെ ഏട്ടക്കറി ഇവിടെ റെഡിയാവണം. മുളകിട്ടാണ് കറി വെച്ചത്, വടക്കം പുളിയൊക്കെ ഇട്ട്. നിങ്ങളുടെ അവിടെയൊക്കെ എങ്ങനെയാണ് ഏട്ടക്കറി വെക്കുന്നതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോഴത്തേക്കും നമ്മുടെ മീൻ മുട്ടയിലെ വെള്ളമൊക്കെ ചെറുതായിട്ടൊന്ന് വറ്റി വന്നിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് നല്ല കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഫ്ലേവർ പോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് ഈ കറിവേപ്പിലയും ഈ മീൻ മുട്ടയിൽ കിടന്ന് വെന്ത ആ ഒരു സ്മെല്ലും എല്ലാം കൊണ്ടും നല്ല ഇൻറ്റിമേറ്റ് ചെയ്യുന്ന ഒരു ഫ്ലേവറാണ് നമ്മുടെ മീൻ മുട്ടയ്ക്ക് കിട്ടുക. ഈ ടൈമിൽ നമുക്ക് കുറച്ച് എണ്ണ ആഡ് ചെയ്ത് കൊടുക്കണം, കാരണം മീൻ മുട്ടയൊന്ന് കുക്കായി വരാനായിട്ട്. ഇനി എണ്ണയിലും ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് കുക്കാവണം നല്ല രീതിയിൽ. ആ ടൈം കൊണ്ട് നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം, അടിവശത്തൊന്നും പിടിക്കാതെ. അരിവിലൊക്കെ ഇരിക്കുന്ന മസാലയെല്ലാം ഈ മീൻ മുട്ടയിലോട്ട് ഇറങ്ങുന്ന രീതിയിൽ. ആ സമയം കൊണ്ട് നമുക്ക് തേങ്ങ തിരുമ്മി കുറച്ച് തേങ്ങ തിരുമ്മിയതും കൂടെ എടുത്ത് വെച്ചേക്കണം. ലാസ്റ്റ് സ്റ്റെപ്പ് തേങ്ങ തിരുമ്മിയതിട്ട് മിക്സ് ചെയ്ത് നല്ല രീതിയിൽ ആ തേങ്ങയുടെ പച്ച ചെവയെല്ലാം മാറുന്ന രീതിയിൽ ഇതുമായിട്ട് ഇളക്കി യോജിപ്പിക്കുക എന്നുള്ളതാണ്. എണ്ണയൊന്ന് വറ്റി തെളിഞ്ഞ് വരുമ്പോൾ കുറച്ച് ശകലം എണ്ണയും കൂടെ ഇട്ട് ഒന്നുകൂടെ നല്ല രീതിയിൽ കൂട്ടിയെടുക്കുക എന്ന് പറഞ്ഞാൽ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് വെച്ച് നല്ല രീതിയിൽ കുക്ക് ചെയ്യുന്നതിനാണ്. അപ്പോൾ നമുക്ക് ഈ മീൻ മുട്ട പൊട്ടുന്നതായിട്ട് കണ്ടില്ലേ, പൊട്ടി വന്നതുപോലെ സൗണ്ട് കേൾക്കാൻ തുടങ്ങുമ്പോഴാണ് തേങ്ങ നമ്മൾ പീര ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. വളരെ കുറച്ച് എമൗണ്ടേ ഉള്ളൂ മുട്ട, അപ്പോൾ കുറച്ച് എമൗണ്ട് തേങ്ങാപ്പീര ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അത് നല്ല രീതിയിൽ ഇനി അടുക്കി പിടിക്കാതെ ഇളക്കി കൊടുക്കുക. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് നല്ല സെറ്റായി വരും. തേങ്ങയുടെ ആ പച്ചമണം മാറുന്ന സമയത്ത് നല്ല തേങ്ങാപ്പീരയുടെയും മുട്ടയുടെയും കൂടെ മണം നമ്മുടെ ഇന്നത്തെ വിഭവം തയ്യാർ. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസിനായിട്ട് എന്തായാലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കമൻസായിട്ട് അറിയിക്കണേ. ബൈ ബൈ.